ഡയറക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ ഏരിയകളിലും ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമാണ് അത്. നടനായ മധുപാൽ, സംവിധായകനായ മധുപാൽ, അതുപോലെ തന്നെ എഴുത്തുകാരനായ മധുപാൽ, ഇതിൽ ഏത് ടാഗ് ലൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷേ നടന്നില്ല. 24 എൻ്റെ സമയത്തായപ്പോഴും വാർഷിക പതിപ്പ് ചോദിച്ചപ്പോൾ എൻ്റെ കഥയൊന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് ബിജു പറഞ്ഞു എന്നാൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതിൻ്റെ 2025 25ആയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കഥയില്ല. ബേസിക്കലി എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടം സിനിമാ സംവിധായകൻ എന്ന് പറയുന്ന ഒരു, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ അന്വേഷിച്ചു പോകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ലെവൽ ആ സിനിമയിലും സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പം ഞാൻ അത് തൊട്ടിട്ടില്ല. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു അതിഥിയാണ്. നടനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ മധുപാൽ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നടനായ മധുപാൽ, സംവിധായകനായ മധുപാൽ, അതുപോലെ തന്നെ എഴുത്തുകാരനായ മധുപാൽ, ഇതിൽ ഏത് ടാഗ് ലൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനിത് ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ ടാഗ് ലൈൻ വെച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഈ കൊട്ടിഘോഷിക്കാൻ ആയിട്ട് നമ്മളിതാ ഇങ്ങനെയാണ് എന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു ഒരു ചതുരത്തിനകത്ത് പെട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, ഒരു മധുപാൽ തന്നെയാണ്. അപ്പോൾ ആ മധുപാൽ നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും ഒക്കെ നമ്മളുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മാത്രമേ അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുള്ളൂ. ഇപ്പം കഥ എഴുതിയാലും സിനിമ സംവിധാനം ചെയ്താലും നടനായാലും ഒക്കെ നിൽക്കുന്നത് അയാൾ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ടിൻ്റെ പുറത്തല്ലേ അയാളെ അറിയപ്പെടുന്നത്. അല്ലാതെ അത് മോശമാണെങ്കിൽ പിന്നെ എത്ര നല്ല സ്വഭാവം കാണിച്ചിട്ടും കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇതിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം എന്താണ്? ഞാൻ എല്ലാ കാര്യവും വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് തൃപ്തികരമല്ലാത്ത ഒരു പണിയും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ സിനിമയായാലും അഭിനയിക്കാൻ വിളിക്കുമ്പോൾ പോലും കുറേ കാലങ്ങളിൽ ഞാൻ അഭിനയിക്കാതിരുന്നിട്ടുണ്ട്. അതിങ്ങനെ ഒരേ ടൈപ്പ് സാധനങ്ങൾ വന്നപ്പോൾ ഞാൻ അഭിനയിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് ഇതിനാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ സിനിമകൾ ഞാൻ ചില ആൾക്കാരെ എന്നേക്കാൾ ബെറ്റർ ഇന്നയാളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ഞാൻ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുകൊണ്ടല്ല, ഇപ്പോൾ നമ്മുടെ ഒരു സ്വഭാവം വേറൊന്നുമില്ല. ബേസിക്കലി എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടം സിനിമാ സംവിധായകൻ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാനാണ്. അപ്പോൾ അതെനിക്കൊരു താല്പര്യം, വളരെയധികം താല്പര്യം. അതിനകത്ത് നമ്മൾ പുതിയതായിട്ടിങ്ങനെ വലിയ തോതിലിങ്ങനെ ഈ നമ്മളൊരു വസ്ത്രം നെയ്യുന്നത് പോലെ അതിനകത്തുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലെ അത് അവസാനം ഫൈനലി അത് ഉടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗി പോലെയൊക്കെയുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്കറിയില്ല. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നെയ്ത് വരുമ്പോഴാണ് അതിനകത്തൊരു ഭംഗി ഉണ്ടാകുന്നത്. ആ നെയ്ത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ ഏരിയകളിലും ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമാണ്. ഒരു വെറും മറ്റേ കഥ എഴുതുന്ന ഒരാൾ അയാളുടെ സ്വകാര്യതയാണ്. അയാളുടെ മനസ്സിനനുസരിച്ച് മാത്രം ചെയ്തു പോകാവുന്നതാണ്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു പോകാവുന്നതാണ്. അഭിനയിക്കുമ്പോൾ കിട്ടുന്ന കഥാപാത്രത്തെ സംവിധായകൻ്റെയും പിന്നെ ആ ഗ്രൂപ്പിൻ്റെയും സ്വഭാവം അനുസരിച്ച് ചെയ്താൽ മതിയാവുന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയകളിൽ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്തെടുക്കുന്നൊരു പണിയുണ്ട്. അത് ഒരു സുഖമുള്ള, എന്നാൽ അതേസമയം തന്നെ വളരെയധികം ക്രിയേറ്റീവ് ആകുന്ന, അതിനേക്കാളുപരി ഈ നമ്മൾ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കത് അത്തരം ഹഡിൽസ് ചാടാൻ എനിക്കിഷ്ടമാണ്. അതെ. അപ്പോൾ പുതിയ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? ഞാനിപ്പം എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന പുസ്തകം മായാസഞ്ചാരം എന്ന് പറയുന്ന മാതൃഭൂമി ബുക്സ് ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. അത് സിനിമയാണ് അതിനകത്ത് എൻ്റെ വിഷയം എന്താണ്. ഞാനത് 2023 മാധ്യമം അതിൻ്റെ വാർഷിക പതിപ്പിൽ ബിജുരാജ് എൻ്റെ എഡിറ്റർ
അദ്ദേഹം എല്ലാ വർഷവും മാധ്യമം വാർഷിക പതിപ്പ് തുടങ്ങുന്ന സമയത്ത് ചേട്ടാ കഥ വേണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അപ്പോൾ ഞാൻ ആ 2023 എനിക്ക് നോക്കിയിട്ട് കഥയൊന്നും കയ്യിലൊന്നും ഇല്ലായിരുന്നു, എഴുതി വെച്ചതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സാധനം ചെയ്യാമെന്നാലോചിച്ച് അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എഴുതി കൊടുത്തു. എന്നാൽ അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടി വന്ന ഒരു മോമെൻ്റ് മാത്രമായിരുന്നു. കാരണം എൻ്റെ വൈഫ് പ്രസവിച്ച ദിവസമാണ് ഞാൻ സഹസംവിധായകനാകാൻ പോകുന്നത്. അപ്പം കുഞ്ഞിനെ കണ്ടിട്ട് നേരെ സിനിമാ സെറ്റിലേക്ക് പോയതാണ്. പിന്നീട് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഞാൻ ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരു സാധനം എഴുതാമെന്ന് വിചാരിച്ചു. കാരണം അതിനകത്ത് തന്നെ ഭരത് ഗോപി എന്നൊരു മനുഷ്യനുണ്ടാകുന്നു. ആ സിനിമ ചെയ്ത സമയത്ത് രാജീവ് അഞ്ചൽ എന്ന് പറയുന്നു, ജൂഡ് അട്ടിപ്പറ്റി, PF മാത്യൂസ്, എനിക്ക് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അറിയാവുന്ന, നമ്മളെ മോൾഡ് ചെയ്തിട്ടുള്ള ചില ആൾക്കാരുണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു ചാപ്റ്ററായിട്ട് എഴുതി അത് കൊടുത്തു. അപ്പം ബിജു അത് വാർഷിക പതിപ്പിൽ കൊടുക്കുന്നത് ആത്മകഥയിൽ നിന്നും ഒരു ഭാഗം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എഴുതണേന്ന് പറഞ്ഞു. പക്ഷേ നടന്നില്ല. 24 എൻ്റെ സമയത്തായപ്പോഴും വാർഷിക പതിപ്പ് ചോദിച്ചപ്പോൾ എൻ്റെ കഥയൊന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് ബിജു പറഞ്ഞു, എന്നാൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, അങ്ങനെ ആലോചിക്കാമെന്ന് വെച്ചു. അങ്ങനെ 2ാമത്തെ ചാപ്റ്റർ ഗോപിച്ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാതയം എന്ന സിനിമയുടെ ഒരു കാറ് ഭരതേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്തൊരു ആൻറ്റിക് സ്വഭാവമുള്ള പഴയ വിൻറ്റേജ് കാറ് വേണമെന്നുള്ളത്. അപ്പോൾ ഒരു വിൻറ്റേജ് കാറ് അന്വേഷിച്ച് നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതിനകത്ത്, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന സംവിധായകൻ പ്രൊഡ്യൂസറായി മാറിയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പാതയത്തിൻ്റെ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് സെക്കൻഡ് ചാപ്റ്ററായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അത് ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അത് അൺഫിനിഷ്ഡ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഷൂട്ടിന് മുമ്പുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്തുള്ളൊരു കഥയായിരുന്നു അത് എഴുതി കഴിഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും 2025 ആയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കഥയില്ല, മറ്റേ ബാക്കി ഞാൻ എഴുതി തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി വെച്ചിരുന്നു, അത് കുറേ എഴുതിയെങ്കിലും പോന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആദ്യത്തെ 2ാമത്തെ ചാപ്റ്ററായിട്ട് വന്നപ്പോൾ തന്നെ ഒരു 10-11 പേജോളം ഉണ്ടായിരുന്നു, പ്രിന്റഡ് സാധനം, ടൈപ്പ് ചെയ്ത സാധനങ്ങൾ. അപ്പം അതിൻ്റെ ബാക്കി കൂടെ ഉണ്ടായിരുന്നു, കുറേ എഴുതിയിരുന്നു. അപ്പം പകുതിയെ ഞാൻ അവിടെ കൊടുത്തിരുന്നു, പകുതി പിന്നീട് അത്രയും പേജ് പോവില്ല, അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ചാപ്റ്റർ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ ഇരുപ്പിനിരുന്നിട്ട് ബാക്കി കൂടെ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ബിജുവിനോട് പറഞ്ഞു ഇത് നമുക്ക് ആഴ്ചപ്പതിപ്പിലങ്ങ് സീരിയലൈസ് ചെയ്ത് പോകുമല്ലോ വെച്ചു. പിന്നെ ഒരു 7, 8, 9, 10 പിന്നെ 10 ലക്കങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് അത് വന്നു. ആ സമയത്തിൻ്റെ പുസ്തകവും അപ്പോഴേക്കും ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതെന്ത് ഒരു കാര്യം ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭരത് ഗോപിയോടൊപ്പം സഞ്ചരിച്ച ഒരു കാലവും പ്രൊഡ്യൂസറായ ഭരത് ഗോപിയോടൊപ്പമുള്ളൊരു കാലവും 3ാമത് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ഒരു വാർദ്ധക്യ പുരാണം എന്ന് പറയുന്ന സിനിമയുണ്ട്. അപ്പം ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഗോപിച്ചേട്ടൻ എന്നോട് വളരെ കൃത്യമായിട്ട് രാജസേനൻ ആ സിനിമയിലെ പുള്ളിയെ വിളിച്ചപ്പോഴൊക്കെ നമ്മൾ ഇടപെട്ടിരുന്നതാണ്. അപ്പോൾ ഞാനുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്യാം, അഭിനയിക്കാമെന്നും പറയുകയൊക്കെ ചെയ്തുള്ള കാര്യമാണ്. അപ്പോൾ ആ 3 സിനിമകൾ ഇടയിൽ ഞാൻ രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പമുള്ള 3 സിനിമകൾ കൂടി ചെയ്തു എന്നുള്ളതാണ്. തങ്കക്കൊലുസ്, ബട്ടർഫ്ലൈസ്, കാശ്മീരം, നടക്കാതെ പോയ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ മൊത്തത്തിൽ 4 സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും അതിൽ 4ാമത്തെ സിനിമയിൽ പിന്നെ അഭിനയിക്കുകയും ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ 2ാമത്തെ സിനിമയായിരുന്നു വാർദ്ധക്യ പുരാണം. കാശ്മീരം കഴിഞ്ഞ ഉടൻ വാർദ്ധക്യ പുരാണം. അപ്പം ഈ ഒരു കാലം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ സംവിധായകനാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും അയാൾ പോയ വഴികളിലും അയാൾ കണ്ടുമുട്ടിയ വ്യക്തികളും അയാളെ സപ്പോർട്ട് ചെയ്ത ആളുകളും അയാൾക്ക് എതിരായിട്ട് നിന്നിരുന്ന മനുഷ്യരുടെ മനസ്സുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു വഴി ഈ മൊത്തം 6 സിനിമകളുടെ
ഇതിലൂടെ ഞാൻ ചെയ്തു പോയതില്ല. അപ്പം ഇപ്പോൾ ആ പുസ്തകം വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നത്, അതിനുശേഷം ഞാൻ അഭിനയിച്ചിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞ സിനിമയുണ്ട്, സൂസന്ന എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കുറേ അത്തരം രീതിയിലുള്ള കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയൂ, സംവിധാനം ചെയ്ത തലപ്പാവിനെ കുറിച്ച് പറയൂ, ഒഴിമുറയെക്കുറിച്ച് പറയൂ എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട്. അതിനൊരു തുടർച്ചയുണ്ട്. അപ്പം അറിയില്ല ഇത് ബാക്കി എപ്പോൾ എഴുതുമെന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എന്തായാലും ഇതിനൊരു തുടർച്ച പോലെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എഴുതിയേക്കും. അതെ, തീർച്ചയായിട്ടും. ഈ ഭരത് ഗോപി സാറുമായിട്ടുള്ള ഓർമ്മകളെ പറ്റിയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഭരത് ഗോപി സാറിലേക്ക് എത്തിയ വഴി എങ്ങനെയാണ്? ഞാൻ ആ പുസ്തകത്തിനകത്തത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഗോപിചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുകയല്ല, കാരണം ഗോപിചേട്ടൻ പടം ചെയ്യാൻ പോകുമ്പോൾ ജൂഡ ടിബേറ്റി എന്ന സംവിധായകനുണ്ട്, അദ്ദേഹം ആണ് എന്നെ വിളിച്ച് പറയുന്നത്, അങ്ങനെ ഗോപിചേട്ടൻ പടം ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് പോയി വർക്ക് ചെയ്യണമെന്നാണ്. കാരണം അതിൻ്റെ അസോസിയേറ്റ് ആയി നിൽക്കുന്ന വ്യക്തി ബേബി എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്ത കക്ഷികളൊന്നും തീർത്തും പുതിയ ആളുകളായപ്പോൾ പുള്ളിയോ ഞാനും കൂടെ ജൂഡൻ്റെ ഒരു വർക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അറിയാവുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഗോപിചേട്ടൻ്റെ കൂടെ കൂടുകയായിരുന്നു. പിന്നെ അതൊരു വലിയ അടുപ്പവും ആയി മാറി എന്നുള്ളതൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ആ സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗോപിചേട്ടനിൽ നിന്നും ഞാൻ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു രാജീവ് അഞ്ചലിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരുപാട് ആളുകളിലേക്കുള്ള മാറുന്ന ഒരു ഇങ്ങനെ ചെയിൻ ഓഫ് ആക്ഷൻ പോലെ ഭരതേട്ടൻ നേരത്തെ എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ കുറേ വ്യക്തികളുമായിട്ടുള്ളൊരു ഒരു അടുപ്പവും സഹവാസവും, രാജസേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപഴകാനും സംസാരിക്കാനും അവരോടൊപ്പം വർക്ക് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ലെവലിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് TV ചന്ദ്രനായാലും രാജീവ് അഞ്ചലായാലും TK രാജീവ് കുമാർ ആയാലും സുരേഷ് ഏട്ടൻ, മേനക സുരേഷ്, അങ്ങനെ ഉള്ള പ്രൊഡ്യൂസേഴ്സ്, കല്ലിയൂർ ശശി. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, ഇതൊക്കെ ഇപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നതിന് മുമ്പുള്ള വേറൊരു ഏരിയ ഞാൻ തൊട്ടിട്ടില്ലാത്തതുണ്ട്. വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമ ഷൈനേട്ടൻ ചെയ്ത സമയത്ത് ആ സിനിമയുമായിട്ടും നന്നായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിന് സമാനമായിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ അന്വേഷിച്ച് പോകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ലെവൽ ആ സിനിമയിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അത് തൊട്ടിട്ടില്ല. ഇതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ, ഞാൻ നേരത്തെ സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കാലത്തും അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ആ മനുഷ്യനെയൊക്കെ കണ്ടുമുട്ടുന്നതിനകത്തും ചില ഈ വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ആ വാഹനങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ട് സിനിമയിലും പിന്നെ സിനിമയ്ക്ക് പുറത്തും. കാരണം എൻ്റെ ഒരു കാറും മോഷണം പോയതിൻ്റെ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം കാറ് മോഷണം പോയ കഥ ഒരു വലിയ ചെറുകഥയായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാർ മോഷ്ടാവിൻ്റെ ഒരു കഥയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ജീവിതത്തിൽ വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഈ വടക്ക് നോക്കിയ തരത്തിലും ഇതേ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യം ഞാൻ തൊട്ടിട്ടില്ല. ചിലപ്പോൾ ബാക്കിയുള്ളതിനകത്ത് എഴുതാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ. ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മായാസഞ്ചാരം തന്നെയാണോ? അങ്ങനെയല്ല, എല്ലാ കൃതികളും എന്നെ സംബന്ധിച്ചോളം എന്തെങ്കിലും മായാസഞ്ചാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതുവേ തൊട്ട് മുമ്പ് വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ട് ചിന്ത പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്. അത് മുമ്പ് വേറൊരു ഗ്രീൻ പെപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷനാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അത് 2 പതിപ്പിറക്കി. ഇപ്പോൾ ഇവർ 3 പതിപ്പോളം ഇത് ചിന്ത ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ കുറേ കുറിപ്പുകൾ എഴുതിയിരുന്നു. കാരണം ശരിക്കും നമ്മൾ ഓർമ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യരുമായിട്ട് ഇടപെട്ടിരുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ ബാക്കി ചെറുകഥകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്നത് പോലെയല്ല, ഇത് വേറെ തരത്തിലുള്ളൊരു ക്രിയേറ്റിവിറ്റി ഇതിനകത്ത്. കാരണം വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മ ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പം നല്ല ഭാഷ കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് PF മാത്യൂസ് ആ ബുക്കിനെ കുറിച്ച് പ്രിഫേസ് ചെയ്ത് തന്നപ്പോഴും എനിക്ക് പറഞ്ഞത്, നല്ല ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവ് പാർട്ടുണ്ട്. കാരണം ഭാവന കൂടിയുണ്ട്. ജീവിതം പറയുമ്പോൾ, ഞാൻ എൻ്റെ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജീവിതത്തിൻ്റെ കഥ തന്നെയാണത്. അതൊരു കഥ പറച്ചിൽ പോലെ തന്നെ സംഭവിക്കുള്ളൂ. അപ്പം കഥ പറയുന്നത് പോലെ നമുക്ക് ജീവിതം പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഏത് ഒരാളും എന്തൊരു കാര്യം പറയുമ്പോൾ നല്ല ഭാഷയിൽ പറയുമ്പോൾ ഉണ്ടാകുന്നത് റീഡബിലിറ്റിയുടെ തോത് കൂട്ടുന്നതാണ്. മാത്യൂസ് PF പറഞ്ഞത് അത് തന്നെയാണ്. ഈ പുസ്തകം മായാസഞ്ചാരം വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന, അവനത് പ്രിഫേസ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് പറഞ്ഞതും
നല്ല രീതിയിൽ ഒരു കാലത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ പാകത്തിൽ നല്ല ഭാഷയിൽ എഴുതുമ്പോൾ അതിനകത്ത് ഭാവനയുണ്ടാവും. ആ ഭാവന കൂടി ചേർത്ത് പറയാൻ പറ്റുക എന്നുള്ള. അപ്പം ഏതൊരു ചെറുകഥ എഴുതുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടറിവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ക്രാഫ്റ്റ് അല്ല, അതുപോലത്തെ ഒരു രീതിയല്ല ഓർമ്മകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം രണ്ടും രണ്ട് രീതികളിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം കഥ എഴുതുന്ന ഒരു മധുപാലും ഓർമ്മകൾ എഴുതുന്ന മധുപാലും രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ രീതികളിലും എല്ലാ ഇടത്തും നമുക്ക് നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടാവും, അതിനൊരു പിന്നെ ഒരു കാര്യം ജീവിതത്തിൽ നമുക്കുള്ളത് കുറേ കാര്യങ്ങൾ പകർത്താം എന്നുള്ളത്. നമുക്ക് സത്യസന്ധമായിട്ട് കണ്ടത് പകർത്താമെന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ജൂഡ് ഈ മായാസഞ്ചാരം എഴുതിയ സമയത്ത് മാത്യൂസ് പറഞ്ഞതും ലാൽ ജോസ് എൻ്റെ പ്രകാശന വേളയിൽ എന്നോട് പറഞ്ഞതുമായിരുന്നത്, അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒതുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മായാസഞ്ചാരത്തിൽ ഒതുക്കി പറയേണ്ട ആവശ്യമില്ല. ഇനിയെങ്കിലും അത് ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് പറയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാലം ഇല്ലെങ്കിൽ കാലം കുറേ കഴിയുമ്പോൾ ഈ ഓപ്പൺനെസ്സിൻ്റെ ആയിരിക്കും കുറേ കൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് റീച്ച് ഉണ്ടാകുന്നത്. മറ്റത് അതെന്തായിരുന്നു എന്നറിയാതെ അങ്ങ് മറന്നു പോകുന്ന സാധനം, അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന സാധനമായിരിക്കും. ഞാൻ ഇതിനകത്ത് അങ്ങനെ കുറേ ഏരിയകൾ ഈ മായാസഞ്ചാരത്തിലുണ്ട്. ഞാനത് റീവർക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെ.